നമ്മുടെ നടന്നുകൊണ്ട് ഹജ്ജിന് പോയ ശിഹാബ് ചോറ്റൂർ ഇപ്പോൾ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ ഹിന്ദി ഭൂമികയിലെ പര്യടനത്തിനൊടുവിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ഇപ്പോൾ വിവാദത്തിനിടയാക്കിയിരിക്കുകയാണ്. പണ്ട് മുന്നേ ശിഹാബിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതോടൊപ്പം എല്ലാ ചെറിയ തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുവാനും വിമർശിക്കുവാനും ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ വെസ്റ്റ് ബംഗാളിലെ ബംഗ്ലാദേശിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ എന്താണ് പരിപാടിയെന്നും എന്താണ് ഉത്തരേന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് വീഡിയോയുടെ തുടർഭാഗങ്ങളിൽ പറയാം. വെസ്റ്റ് ബംഗാളിനടുത്ത് ഒരു ഗ്രാമത്തിൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കെ സ്റ്റേജിലേക്ക് ഒരു ആൾ കയറി വരികയും സെൽഫി എടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് ശിഹാബ് ചോറ്റൂർ പ്രതികരിക്കുന്ന ഒരു രംഗം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അപ്പോൾ ശിഹാബേ, നീ ഇങ്ങനെ ചെയ്യാമോ, അഹങ്കാരമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും ഇദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി എന്നോണം ഈ സംഭവം ഇങ്ങനെ വിവാദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അതിന് മറുപടിയുമായി വന്നിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് അവിടെ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്നും മറ്റൊക്കെ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മറുപടി ക്ലിപ്പ് ആദ്യം ഒന്ന് കേൾക്കാം. ഇന്നലത്തെ വിവാദം സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് തെറി വിളിച്ചിങ്ങാണ്ട് പോകാം. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഫോണിൻ്റെ വീഡിയോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ആ പരിപാടിയിലേക്ക് ആളുകളെയും വയസ്സായ ഹസ്രത്തിനെ ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത്. അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ, അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത്. അതിൻ്റെ ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് തന്നെ. അതും വന്നില്ല. അതിൻ്റെ മുന്നേ ഓടി വന്ന് അഗ്രസീവായിട്ടുള്ളൊരു ട്രൈബൽസിൻ്റെ ഏരിയ, ആദിവാസി ഏരിയ, ബംഗ്ലാദേശിലാണ് സംഭവം, ബംഗ്ലാദേശിൻ്റെ ബോർഡറിലാണ് സംഭവം, ബംഗ്ലാദേശിൻ്റെ 1 കിലോമീറ്റർ അടുത്തുള്ള സംഭവമാണത്. ട്രൈബൽസ് ഏരിയ, ആദിവാസി ഏരിയയാണ്, മുസ്ലിം ആദിവാസി ഏരിയ. അവിടെ അഗ്രസീവായിട്ടുള്ള ജനങ്ങളാണ്, അറിവ് വളരെ കുറവുള്ള ആളുകളാണ്. അവിടെ ചെന്നിട്ട് പരിപാടീൻ്റെ സമയത്ത് 10,000-കണക്കിന് ആളുകളുള്ള പരിപാടിയിൽ ഈ ഒരു മനുഷ്യൻ, പല ആളുകളുണ്ട് അതിലിങ്ങനെ, ഒരാൾ മാത്രം ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളും തള്ളിയിട്ട് കൊണ്ട് ഓടി വരുന്ന വീഡിയോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും. അതിനുശേഷം അയാളെ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ ബഹുമാനിക്കണം, ഞാൻ ചെയ്തത് തെറ്റ്, എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ആ മൊബൈൽ കൊടുത്തിട്ട് മൊബൈലിന് എന്തെങ്കിലും പറ്റിക്കണമെന്ന് നോക്കിയിട്ട് മാപ്പ് പറയുന്ന വീഡിയോ ഉണ്ട്. അതും വരില്ല. കാരണം എല്ലാവർക്കും ആവശ്യം തെറ്റുകളും കുറ്റങ്ങളും മാത്രമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ കയറൂല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ പോലും അൽഹംദുലില്ലാ ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ചെയ്തിട്ട് ഞാൻ ഒന്നും നേടിയെടുത്തിട്ടില്ല. അപ്പോൾ അതാണ് ഈ വീഡിയോ വൈറലായത് മുതൽ ഓരോ ആളുകളും, ഒരുപാട് ആളുകൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ആ സമയത്ത് തന്നെ എൻ്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ടിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും ശിഹാബ് അങ്ങനെ ചെയ്യാനുണ്ടായ കാരണമെന്ന് ഞാൻ ആലോചിച്ചു. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അത്തരത്തിൽ ഒരാൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഫോൺ പിടിച്ചു വാങ്ങി എറിയാൻ മാത്രം അഹങ്കാരിയാണോ? അങ്ങനെ വരാൻ വഴിയില്ലെന്ന് ആലോചിക്കുകയും അത്തരത്തിലൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയും ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയും ഒരുപക്ഷെ എന്തെങ്കിലും കാരണമുണ്ടാകാം, എടുത്തു ചാടി എന്തെങ്കിലും വിമർശിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ ഈ വിഷയത്തിൽ ഞാനൊരു പ്രതികരണം നടത്താതിരുന്നത്. എന്നാൽ എന്നെപ്പോലെയുള്ള ആളുകൾ ക്ഷമിച്ച് നിന്നതിനെ എന്ന് അറിഞ്ഞതുപോലെ ഇരിക്കുന്നു. അതിൻ്റെ ഒരു മറുപടി എന്നോണം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ശിഹാബ് ചോറ്റൂർ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ശിഹാബ് ചോറ്റൂർ ഹജ്ജിന് പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. എന്നെപ്പോലെയുള്ള ആളുകൾ നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്നത് ഒരുപക്ഷെ ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാൾ നല്ലതല്ലെങ്കിലും ഒരാൾ നടന്നുകൊണ്ട് ഹജ്ജിന് പോകാൻ തയ്യാറെടുത്താൽ അദ്ദേഹത്തിന് അത് തെറ്റാണെന്നോ അത് കുറ്റമാണെന്നോ ഹറാമാണെന്നോ മടങ്ങി വരുമെന്നോ എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ചില ആളുകൾ അതിനെ എതിർത്തു. എന്നാൽ ഹജ്ജിന് പോയി വന്നതിന് ശേഷം കർണാടകയിലും മറ്റുമൊക്കെയുള്ള പരിപാടികളിൽ ഇദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു വേറെ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ, ഔലിയ ശൈലിയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള ആശങ്കകൾ ഞാനടക്കമുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്.
എൻ്റെ വീഡിയോകളും അത് വിഷയത്തിലൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹം ഒരു കള്ള ഔലിയാണെന്നോ ആരെങ്കിലുമൊക്കെ പറയുന്നത് പോലെ കള്ള ഉസ്താദാണെന്നോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞത് ഇദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു ശിഹാബ് ചോറ്റൂരാണ്. ഇദ്ദേഹം നടന്നുകൊണ്ട് ഹജ്ജിന് പോയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു വലിയ പണ്ഡിതനോ ഒരു ഔലിയോ അല്ല. അത്തരത്തിൽ ഇദ്ദേഹത്തിന് നമുക്കറിയാം യൂട്യൂബിലൊക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സും ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ നടന്നുകൊണ്ട് ഹജ്ജിന് പോയ ആളെന്ന നിലക്ക് ഒരു സ്വീകാര്യതയുണ്ടെന്നല്ലാതെ ഇദ്ദേഹം വലിയ ഔലിയോ മറ്റോ കാര്യങ്ങളോ അല്ല. എന്നാൽ കർണാടകയിലും മറ്റുമൊക്കെയുള്ള ചില വീഡിയോകൾ കണ്ടപ്പോൾ ഏത് രീതിയിലേക്കാണ് ഇദ്ദേഹം പോകുന്നത് എന്ന ആശങ്ക അതിനിടയിലും ഞാൻ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അങ്ങനെ അപ്പാടെ അങ്ങ് വിമർശിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ചീത്ത പറയുക, അഹങ്കാരിയാണെന്ന് പറയുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് വേണം ഏതൊരാളെയും വിമർശിക്കാൻ എന്ന് ഈ വിമർശകരോട് ഒരു നിമിഷം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതാണ് ശിഹാബ് ചോറ്റൂർ പറയുന്നത്. ശിഹാബ് ചോറ്റൂർ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉസ്താദുമാരെയും അവിടുത്തെ സംഘാടകരെയും ഒക്കെ, ഒരുപക്ഷെ ഈ സെൽഫി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി സ്റ്റേജിലേക്ക് കയറുമ്പോൾ സംഘാടകരും അവിടെ നിൽക്കുന്ന ആളുകളും തടയാൻ സാധ്യതയുള്ളത് കൊണ്ട് ആയിരിക്കാം അവരെയൊക്കെ തട്ടിയിട്ടുകൊണ്ട് ഉസ്താദുമാരെ തട്ടിമാറ്റിക്കൊണ്ട് സ്റ്റേജിലേക്ക് കടന്നു വരികയും എന്നിട്ട് സെൽഫി എടുത്ത് മടങ്ങിപ്പോകാമെന്നുള്ള ഒരു ധാരണയിലുള്ള വരവുമായപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലക്ക്, ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യണം, പിടിച്ചു പറിച്ച് ചാടണം എന്നല്ല എങ്കിലും ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്ന നിലക്ക് അദ്ദേഹം ഫോൺ പിടിച്ച് വലിച്ചെറിയുകയും സെൽഫി എടുക്കുവാൻ നിന്നു കൊടുക്കുകയും ചെയ്തില്ല. ഒരുപക്ഷെ നമുക്കറിയാം ശിഹാബ് ചോറ്റൂർ അർത്ഥത്തിൽ ഒരു വ്യക്തിപരമായി നമുക്ക് വീഡിയോയിലും മറ്റുമൊക്കെ വരുന്ന ഒരു സ്വാഭാവിക നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ നമുക്കറിയാം ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഒന്നും എതിർപ്പുള്ള ഒരാളല്ല. എന്നാൽ താൻ ബഹുമാനിക്കുന്ന ആളുകളെ, തന്നെ ഇവിടെയൊക്കെ പര്യടനം നടത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഉസ്താദുമാരെയും ആ നാട്ടിലെ ബഹുമാനിക്കുന്ന ആ സംഘാടകരെയും ഒക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഒരാൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ ദേഷ്യം പിടിച്ചുകൂടാ എന്നില്ല ഒരു സാധാരണക്കാരൻ എന്ന നിലക്ക്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് എന്ന്, അങ്ങനെ പ്രതികരിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ തന്നെ നേരിട്ട് വിളിക്കുകയും ആ പെട്ടെന്നുണ്ടായ സംഭവത്തിന് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അഥവാ അദ്ദേഹം തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേജിലേക്ക് വരുന്ന വീഡിയോ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ കള്ളം പറയുന്നവർ അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ശിഹാബ് ചോറ്റൂർ വിശദീകരിക്കുന്നത്. അപ്പോൾ ഏതൊരാളെ നമ്മൾ വിമർശിക്കുന്ന സമയത്തും അദ്ദേഹം എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്തു എന്ന് അന്വേഷിച്ചതിന് ശേഷം വിമർശിക്കുന്നതാകും നല്ലത്, ഉചിതമെന്ന് സാന്ദർഭോചിതമായി ഉണർത്തുകയാണ്. അതുപോലെ വിമർശിക്കുന്നവർ ഇദ്ദേഹം യൂട്യൂബ് ഔലിയ എന്നും യൂട്യൂബ് ഹാജിയാണെന്നും കേരളത്തിലെ ചില പ്രമുഖ ചാനലുകൾ പോലും യൂട്യൂബ് ഹാജി എന്നും ഔലിയ എന്നും ഒക്കെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വിമർശനം നടത്തുന്ന ചില സന്ദർഭങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയേക്കാം. എന്നാൽ എന്താണ് നടക്കുന്നത് എന്ന് സത്യത്തിൽ ഇദ്ദേഹം ഔലിയായി ചമയുന്നുണ്ടോ, ഇദ്ദേഹം എന്ത് രീതിയിലാണ് അവിടെ പറയുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത് ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായ എന്നെപ്പോലെയുള്ള ആളായാണ് ഈ ശിഹാബ് ചോറ്റൂർ എന്നിരിക്കെ ഈ സാധുവായ എനിക്കും വീടും കുടുംബവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം കള്ളൗലിയാണെന്നൊക്കെ ഇങ്ങനെ പരസ്യമായി പറയുമ്പോൾ അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീട്ടുകാരെയൊക്കെ നിങ്ങൾ ഓർമ്മിക്കണം. അപ്പൊ അത്തരത്തിൽ ഒന്നും അറിയാതെ വിമർശനം നടത്തുന്നവരോട് ഞാൻ കള്ള ഔലിയല്ല, ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക, എൻ്റെ പണി ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കാം. ഞാനൊരു ഔലിയല്ല, ഞാനൊരു പണ്ഡിതനല്ല, ഞാനൊരു ആലിമല്ല, ഒന്നുമല്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജി ആയിട്ടോ എന്തോന്നറിയില്ല, നിങ്ങൾ പറഞ്ഞ അങ്ങനെ ആക്കിയതല്ലേ, അതായിക്കോട്ടെ, അത് നിങ്ങളും റബ്ബും. അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട്, അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്നം എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഒരാളെ കയ്യിൽ നിന്ന് 1 രൂപ പിരിച്ചിട്ടല്ല, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ പൈസ കൊണ്ട്. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു ചെറിയ തുച്ഛമായ പൈസ ഞാൻ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു. നിങ്ങൾ എന്തോ പറഞ്ഞോളി. അന്ന് ആ സ്റ്റേജിൽ മലയാളികളായ ഉസ്താദുമാരുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വിലയിടുമ്പോൾ ആഖിറത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരും തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരനായതുകൊണ്ട് സംഭവിക്കുന്ന ഇങ്ങനത്തെ ചില
ചെറിയ ചെറിയതും വലുതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തി തരുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് പകർത്താനും അത് പിന്തുടരാനും സാധിക്കും. അള്ളാഹു എല്ലാം പൊരുത്തപ്പെട്ട് തരട്ടെ. ഒന്നും അറിവില്ലാത്ത ഒരാളല്ലേ ഞാൻ. ഒരു ഹിന്ദിക്കാരിടയിലും ഞാൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നടന്നതാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതാണ് കള്ള ഔലിയാണെന്ന് പറയുന്നവരോട് ശിഹാബ് ചോറ്റൂരിൻ്റെ മറുപടി, ഞാൻ ഒരു ഹിന്ദിക്കാരോടും ഞാൻ ഔലിയാണെന്നോ ഒരു പണ്ഡിതനാണെന്നോ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലുള്ള ചില പ്രസംഗങ്ങളും വീഡിയോകളും ഞാനൊന്ന് പരിശോധിച്ച് നോക്കി. അദ്ദേഹം പറയുന്നത് ശിഹാബ് ചോറ്റൂർ മിറ്റി കത്തറായ, മണ്ണിൻ്റെ വില പോലും ശിഹാബ് ചോറ്റൂരിന് ഇല്ലെന്നും ശിഹാബ് ചോറ്റൂർ ഒരു സർവ്വസാധാരണക്കാരനാണെന്നും ശിഹാബ് ചോറ്റൂര് ഒരു ഔലിയല്ല, പണ്ഡിതന് അല്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഹിന്ദിക്കാരുടെ മുന്നിൽ പ്രസംഗം നടത്തുന്നത്. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഉത്തരേന്ത്യയിൽ പര്യടനം നടത്തുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും. അത് നമുക്കറിയാം. ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇദ്ദേഹം ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന ബംഗ്ലാദേശിനോടടുത്തുള്ള വെസ്റ്റ് ബംഗാളിലെ ചില കുഗ്രാമങ്ങളിൽ ഭൗതികപരമായോ ആത്മീയപരമായോ യാതൊരു വിവരവും യാതൊരു ഇൽമുമില്ലാത്ത ഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് അവിടുത്തെ കുട്ടികളോട്, നമുക്കറിയാം ഇദ്ദേഹം നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന സമയത്ത് കേരളത്തിൽ തന്നെ ഇദ്ദേഹത്തെ പിന്തുടരാൻ ആളുകളുണ്ടായി. എന്നാൽ കേരളത്തിന് പുറത്ത് കർണാടകയിലെത്തിയപ്പോൾ ചിത്രം മാറി. ഒരുപാട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിനെ പിന്തുടരുകയും അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ ഫോളോവേഴ്സ് ഉണ്ടാവുകയും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഹിന്ദി ഭൂമികയിൽ മറ്റുമൊക്കെ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായ ഒരു പണ്ഡിതൻ, കേരളത്തിലെയൊക്കെ ഒരു ഉസ്താദ് ഈ വെസ്റ്റ് ബംഗാളിലും മറ്റുമൊക്കെയുള്ള ഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ ആളുകൾ ശിഹാബ് ചോറ്റൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ലഭിക്കുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ശിഹാബ് ചോറ്റൂരിൻ്റെ ഓരോ പരിപാടിയിലും പാവങ്ങളായ ഈ വലിയ വിവരമൊന്നുമില്ലാത്ത ആളുകൾ പങ്കെടുക്കുന്നത്. അപ്പം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ശിഹാബ് ചോറ്റൂർ പറയുന്നു, ശിഹാബ് ചോറ്റൂർ ഇവിടെ മദീന ലക്ഷ്യമാക്കി, മക്ക ലക്ഷ്യമാക്കി 1 വർഷത്തോളമുള്ള സഫർ നടത്തുമ്പോൾ ശിഹാബ് ചോറ്റൂർ ഒരു വക്ത് നിസ്കാരം പോലും ഖളാ ആക്കിയിട്ടില്ല. എന്നാൽ ശിഹാബ് ചോറ്റൂരിനെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയ ആളുകൾ പലപ്പോഴും അവർ നിസ്കരിക്കാതെ നിസ്കാരം ഖളാ ആക്കിക്കൊണ്ട് ശിഹാബ് ചോറ്റൂരിനെ സ്നേഹിച്ചു കൊണ്ടുവരുന്നു. ഇതിലെന്ത് അർത്ഥമാണുള്ളത്? നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഇങ്ങനെ തുടങ്ങി ജനങ്ങളെ നല്ല രീതിയിലേക്ക് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളായ ആളുകളെ ഇസ്ലാമിൻ്റെ രീതിയിലേക്ക് വലിച്ചേച്ചു കൊണ്ടുവരാൻ പണ്ഡിതന്മാരെ സ്റ്റേജിലിരുത്തി ഇദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടി പണ്ഡിതന്മാരെ കൊണ്ട് പ്രസംഗിപ്പിച്ചുമൊക്കെ ദീനിന് ആവശ്യമായ അവിടുത്തെ ജനങ്ങൾക്ക് വിവരമുണ്ടാക്കേണ്ട മദ്രസയിലും സ്കൂളിലേക്കും പഠിക്കണമെന്ന്, വിദ്യാഭ്യാസം നേടണമെന്ന് പറയുന്ന, സ്കൂൾ നിർമ്മിക്കേണ്ടുന്ന അത്തരത്തിലുള്ള ആവശ്യകതയാണ് ഇദ്ദേഹം പ്രസംഗിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ, കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ അവസ്ഥകളെക്കുറിച്ച് തീർച്ചയായും അറിയാത്ത ചില ആളുകൾ, അവിടുത്തെ ചില രംഗങ്ങളെപ്പറ്റി തീരെ പരിചയമില്ലാത്ത ആളുകൾ ഇങ്ങൊന്ന് നോക്കിക്കാണുന്ന സമയത്ത് ഇദ്ദേഹം എന്താണ് ഈ പ്രസംഗിക്കുന്നത്, ഇദ്ദേഹം ഇത് പറയാൻ ആരാണ്, ഇദ്ദേഹം ഒരു പണ്ഡിതനാണോ എന്നൊക്കെ എന്നെ പോലെയുള്ളവർക്കൊക്കെ തോന്നിപ്പോകാം. പക്ഷെ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്കൂളിൻ്റെ മുറ്റം കണ്ടിട്ടില്ല, മദ്രസയിൽ അവർ കാലുകുത്തിയിട്ടില്ല, നിസ്കരിക്കാറില്ല, ചുരുങ്ങിയതൊരു ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത മുസ്ലിമീങ്ങളായ ആളുകൾ ജീവിക്കുന്ന കോളനികളും അത്തരത്തിലുള്ള കുഗ്രാമങ്ങളുമുള്ള ഒരുപാട് ഏരിയകൾ ഇന്നുമുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അതറിയാം, പോയവർക്ക് സന്ദർശിക്കുന്നവർക്കൊക്കെ അതറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തെ കേരളത്തിലുള്ള ചില പണ്ഡിതന്മാർ തന്നെയാണ് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അവർ മുമ്പേ ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വെസ്റ്റ് ബംഗാളിലും മറ്റും ആസാമിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ കൂട്ടി സന്ദർശനം നടത്തി, പ്രോഗ്രാമുകൾ നടത്തി ആളുകളെ, ശിഹാബ് ചോറ്റൂർ അവരോട് പറയും, നിങ്ങളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കൂ, മദ്രസയിൽ പറഞ്ഞേക്കൂ, നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ 5 നേരം നിസ്കരിക്കൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. നിസ്കരിക്കൂ എന്ന് പറയുന്ന ഒരു ഹിന്ദിയിലുള്ള ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. एक नमाज
अल्लाह के लिए नहीं छोड़ा। एक नमाज हम शिहाब भाई को मुलाकात करने के लिए, देखने के लिए इधर आया मोहब्बत से। कितना लोग नमाज छोड़ के आया। हमारा रूट सही है गलत है? आप लोग बोलो। गलत। हमको चेंज कर सकते हैं। 5 वक्त नमाज के लिए कितना टाइम चाहिए? आधा घंटा फुल नहीं चाहिए। 5 वक्त नमाज के लिए आधा घंटा नहीं चाहिए। 24 घंटा हम बिजी है दुनिया के लिए। अभी कितना घंटा हम लोग वेट किए इधर नमाज छोड़ के। शिहाब भाई नमाज पढ़ के आया, 1 साल 17 दिन एक नमाज नहीं छोड़ा, लेकिन वो बंदा ने देखने के लिए नमाज छोड़ के इतना लोग आया। 5 वक्त नमाज पढ़ने वाला बनाओ। हमारे बच्चों ने दीन का इल्म तालीम करो, फायदा मिलेगा दुनिया में भी आखिरत में भी इंशाअल्लाह। बोलो इंशाअल्लाह। आज से नमाज शुरू करो। अल्हम्दुलिल्लाह, अल्लाह के लिए अच्छा काम करो। दुनिया छोड़ के मदीना दिल में मोहब्बत करके मैं गया। दुनिया छोड़ के, छोड़ फिक्रे दुनिया, छोड़ फिक्रे दुनिया की, छोड़ फिक्रे दुनिया की, चल मदीने चलते। അപ്പം അതാണ്. അപ്പം ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ പോയി ഹിന്ദി അറിയുന്നവർക്കറിയാം ഇദ്ദേഹം ഇവിടെ പറയുന്നത്, നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ നോമ്പെടുക്കൂ, അതുപോലെ നിങ്ങളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കൂ. ഞാൻ എല്ലാം നിസ്കരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കാണുവാൻ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് വന്നവരുണ്ടാകാം. അത് തെറ്റാണ്. ആദ്യം അള്ളാഹുവിന് ഭക്തിയുള്ളവരാവുക എന്നിങ്ങനെ തുടങ്ങിയുള്ള ഇൽമില്ലാത്ത ആളുകളെ, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് ഉസ്താദുമാർ പ്രസംഗിച്ച് അവർക്ക് വിവരമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ മതപരമായ കർമ്മത്തിലാണ്. ഓരോ ആളുകൾക്കും നമുക്കറിയാം ഇവിടെ ദഅവത്ത് നിർബന്ധമാണ് എന്ന് ഓരോ മുസ്ലിമിനും അറിയാം. അപ്പം അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കടമയും ബാധ്യതയുമാണ് അദ്ദേഹം ഇവിടെ നിർവഹിക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ഇദ്ദേഹം കള്ളൗലിയ എന്നും ഒന്നും അറിയാതെ ഇദ്ദേഹം വലിയ ഷെയ്ഖാണെന്നുമൊക്കെ, അവിടെ ഷെയ്ഖായി ചമയുകയാണെന്നുമൊക്കെ, അദ്ദേഹം അവിടുന്ന് പൈസ വസൂലാക്കുകയാണെന്നുമൊക്കെ അറിയാതെ പറയുന്നവരോട് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിമർശിക്കുന്നതാകും നമുക്കും, പ്രത്യേകിച്ച് മുസ്ലിമാണെങ്കിൽ ആഖിറത്തിലേക്ക് നല്ലത് എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന വിഷയങ്ങൾ ഓരോ മുസ്ലിമിനും ആവശ്യവും അത്യാവശ്യവുമാണ്. അദ്ദേഹം നടന്നുകൊണ്ട് ഹജ്ജിന് പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന വേദികളിൽ ഒരുപാട് ആളുകൾ എത്തുകയും അങ്ങനെ അവർക്ക് ഉപദേശം നൽകുവാനും ഒക്കെയുള്ള ഒരു തൗഫീഖ് ഇപ്പോൾ ശിഹാബ് ചോറ്റൂരിന് വന്നിരിക്കുകയാണ്. ആ അവസരങ്ങളൊക്കെ പണ്ഡിതന്മാർ മുഖേന, പണ്ഡിതന്മാർ തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആഗമിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുകയും പ്രസംഗിപ്പിക്കുകയും സ്കൂൾ നിർമ്മാണവും മദ്രസ നിർമ്മാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു വലിയ തൗഫീഖ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. വിമർശിക്കുന്നവർ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിമർശിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, അത്തരത്തിൽ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.